Megastars. ചിന്നുകുട്ടി എന്തോ ഒന്നിട്ട് പാടി കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ഒപ്പിച്ചു. നന്നായി പാടി ചിന്നു. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആദ്യം നമുക്ക് ജാസിനോട് ചോദിച്ചാലോ? ഓക്കെ, എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ? ചിന്നു, എനിക്ക് സത്യത്തിൽ ചിന്ന കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ചില കൺട്രോള് വിട്ടതായിട്ട് തോന്നുന്നു. വോയിസ് കുറച്ചുകൂടെ ഒതുക്കി പാടാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. അതുപോലെ തന്നെ സോങ്ങിൻ്റെ ബേസിക് ട്യൂണിങ് എന്നൊക്കെ മാറിയ പാടിയത്. പിന്നെ ഒരു മൊത്തത്തിൽ ഒരു ഫീല് കുറവായിരുന്നു. കുറച്ചുകൂടെ ഞാൻ പാട്ട് ഫസ്റ്റ് കേട്ടപ്പോഴേ എനിക്കെന്തോ ഒരു ഭയങ്കര കടുപ്പിച്ചൊക്കെയാണ് പാടുന്നത്. ഇച്ചിരി ഒന്ന് ഒതുക്കി പാടേണ്ട ഒരു സോങ്ങായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടെയൊക്കെ ഒന്ന് സത്യത്തിൽ ചിന്നു ഇച്ചിരി കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് സത്യത്തിൽ ഈ റൗണ്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ചേച്ചി, ചിന്നു ഒന്ന് കംഫർട്ടബിൾ ആയിരുന്നോ പാടാൻ? അത്രയല്ല. അല്ല, എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം വല്ലതും ഉണ്ടോ? ഇത്തിരി ഇങ്ങനെ കഫത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അത്ര കുഴപ്പം. അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലാതെ തുപ്പൽ ഇറക്കി ഇങ്ങനെ വീണ അതിൻ്റെ ഒരു വലിയൊരു വിമ്മിഷ്ടം നമുക്കിവിടെ കേൾക്കുന്നവർക്ക് തോന്നിയിരുന്നു. ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്ത ഇങ്ങനെ വിഴുങ്ങുക, അതിങ്ങനെ കഫം വന്നിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. പക്ഷെ അത് പാടുമ്പോൾ സിംഗിങ്ങിനെ ബാധിക്കാൻ പാടില്ല. അതൊക്കെ വനന വെള്ളമൊക്കെ കുടിച്ച് നേരത്തെ തന്നെ അത് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കണ്ടേ. പക്ഷെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സിംഗിങ്ങിൽ. എനിക്കിന്ന് നന്നായിട്ട് പാടിയെന്ന് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ചിരി കണ്ടാൽ പാടിയതിനേക്കാളും ഒക്കെ ഇത് കുറച്ചുകൂടെ മോശമായിട്ടാണ് ഇന്ന് പാടിയത്. എന്നുവെച്ചാൽ ഇത് അത്രയും ഒരു എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു പാട്ടാണ്. ജാനകിയമ്മയുടെ ഭയങ്കര സ്വീറ്റായിട്ട് പാടിയൊരു പാട്ടാണ്. അതിനകത്ത് ഇപ്പോൾ ഒരുപാട് നാഥൻ, ഉച്ചാരണത്തിനകത്ത് നാഥൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. നാഥൻ എന്ന് പറഞ്ഞു, അച്ഛനെ എന്നുള്ള അച്ഛൻ എന്നുള്ള സ്ഥലത്ത് അച്ഛൻ എന്നും പറഞ്ഞു. ഉച്ചാരണം സൂക്ഷിക്കണം. അതൊക്കെ പാട്ട് പാടുന്നതിനോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യമുണ്ട് ഉച്ചാരണത്തിനും. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ കാണിക്കും ദൈവം, അവിടെയൊക്കെ മുഴുവൻ തീർത്തില്ല. പാട്ട് പാടിത്തീരുന്നതിന് മുമ്പ് അവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി ഇങ്ങനെയൊക്കെ ആക്കി കംഫർട്ടബിൾ. അങ്ങനെ ആ കൂടെ ഒരു വെമ്മിഷ്ടം ഇതിനകത്ത് തോന്നിയിരുന്നു. ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഇത് പാടാൻ. ഇപ്പോൾ ഒരു ചിരി അതിന് മുമ്പ് എന്തായിരുന്നു പാടിയിരുന്നത്? സിറിച്ച് അത് നന്നായിട്ട് പാടി. ധൂമച്ചാലയും നന്നായിട്ട് പാടിയിരുന്നു. അത്രയൊക്കെ പാടിയ ഒരു സുഖം ഇതിനകത്ത് ഒട്ടും തോന്നിയിട്ടില്ല കേട്ടോ. മോള് വളരെ ഒരു വിഷമിച്ച് പാടിയതായിട്ടാണ് തോന്നിയത്. ഒരുപാട് സ്ഥലത്ത് ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരുപാട് സ്ഥലത്ത് പെർഫെക്ഷൻ ഇല്ലാതെ പാടിയ ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും പോരാ, ഇനിയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം ചിന്നു. മറ്റുള്ള കുട്ടികളുടെ സ്റ്റാൻഡേർഡിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദീപകേട്ടാ. ചിന്നു, എനിക്ക് ചിന്നുവിൻ്റെ ഈ പാട്ട് സെലക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. ചിന്നു ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? കേട്ടപ്പോൾ നല്ല പാട്ടായിട്ട് തോന്നി. നല്ല പാട്ടായിട്ട് തോന്നി. ഈ പാട്ട് ചിന്നുവിന് അത്ര ഇഷ്ടമാണോ? ഇഷ്ടമായിരുന്നെങ്കിൽ ഈ പാട്ടിന് ഇത്രമാത്രം നോവിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഈ പാട്ടിനെ ചിന്നു കൊല വിളിച്ചിരിക്കുകയാണ്. എനിക്ക് അത്രമാത്രം ഈ പാട്ടിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാത്ത മാതിരി തോന്നി. നമുക്കൊരു പാട്ട് ഇത്രയും ഇഷ്ടമാണെങ്കിൽ അത്രയും ഇഷ്ടത്തോടെ ആ പാട്ട് പഠിക്കണം. ഇതിൻ്റെ ബേസിക് ഫീലേ തെറ്റാണ്. ഇങ്ങനെയല്ല ഈ പാട്ട് പാടേണ്ടത്. അറ്റ്ലീസ്റ്റ് ആരുടെയെങ്കിലും അടുത്ത് കൺസൾട്ട് ചെയ്യാനായിരുന്നു ഈ പാട്ട്. ചിന്നു പാട്ട് പഠിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പഠിക്കുന്ന മാസ്റ്ററിൻ്റെ അടുത്ത് ഈ പാട്ട് കൺസൾട്ട് ചെയ്തിരുന്നോ? ഈ പാട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. മാസ്റ്റർ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ആണ് പാട്ട് പഠിച്ച് വിട്ടിരിക്കുന്നെങ്കിൽ അവർ കേട്ടിട്ടുള്ളൊരു പാട്ട് ഇങ്ങനെ ഒരിക്കലും പഠിപ്പിക്കില്ല. ഞാനിവിടെ പാടിയ പോലെ ഒന്നല്ല സാർ അവിടെ പാടിയത്. അതായിരിക്കാം. കാരണം ഈ പാട്ട് കറക്റ്റായിട്ട് അറിയുന്ന ഒരാൾ ഇങ്ങനെ പഠിപ്പിക്കില്ല. ദീപക്, എനിക്കൊരു ഡൗട്ട്. ഈ ജാനകി റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ജാനകിയമ്മയുടെ മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങേ പാടാവൂ, അങ്ങനെയുണ്ടോ നിർബന്ധം? അങ്ങനെയില്ല. അത് വേറൊരു കറക്റ്റ് സംഭവമാണ് ജാസി പറഞ്ഞത്. ചിന്നുവിൻ്റെ വീക്ക് ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യാത്ത രീതിയിൽ ജാനകി അമ്മയുടെ എത്ര നല്ല പെപ്പി സോങ്സ് ഉണ്ട്.
ചിന്നു എപ്പോഴും സ്കോർ ചെയ്യുന്നത് കൂടുതലും പെപ്പി സോങ്സിലാണ്. ജാനകി അമ്മ എല്ലാ ടൈപ്പ് പാട്ടുകളും ഒരു എൻസൈക്ലോപ്പീഡിയാണ് ജാനകി അമ്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പെപ്പി സോങ് എടുത്തിട്ട് അത് റെഫർ ചെയ്യുന്നില്ല. ഈ റൗണ്ട് എന്തിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളൊരു എൻസൈക്ലോപ്പീഡിയ തന്നു, പെൺകുട്ടികൾക്കും പറ്റിയൊരു എൻസൈക്ലോപ്പീഡിയ തന്നു. പക്ഷെ ആ എൻസൈക്ലോപ്പീഡിയ അകത്ത് നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ എഴുതി തുടങ്ങാൻ പാടില്ല. അവരുണ്ടാക്കി വെച്ചത് നമ്മൾ പഠിച്ചിട്ട് തിരിച്ച് റിപ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടത്. കുറേ സ്ഥലത്ത് ട്യൂൺ മാറിപ്പോയി. അതായത് ഒരു പക്ഷേ പാടാൻ നോക്കുന്ന സമയത്ത് കൈവിട്ട് പോയതാവാം, പക്ഷെ ഇത് വേണ്ടായിരുന്നു. വാട്ട് എവർ. പിന്നെ ഒരുമിച്ച ദുഃഖത്തിൻ എന്ന് പറയുമ്പോഴൊക്കെ വെല്ലുവിളിക്കുന്ന പോലത്തെ ദുഃഖത്തിൻ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ വളരെ സോഫ്റ്റായിട്ട് ഒരു കൊച്ചു സ്വപ്നം എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. വളരെ ആ ഒരു കൊച്ചു സ്വപ്നത്തിൻ്റെ ആ ഫീലിൽ തന്നെയാണ് അത് ഹസ്കി ആയിട്ടല്ലേ പാടുന്നത് അല്ലേ ചിത്രജി? വളരെ സോഫ്റ്റായിട്ട് പാടി അപ്പോഴേ ആ ഹൈ പാടുന്ന സ്ഥലത്തൊക്കെ ഡൈനാമിക്സ് കാണിക്കാൻ പറ്റും. അപ്പോൾ തുറന്ന ശബ്ദം വന്ന് തിരിച്ച് പല്ലവിയിൽ വരുമ്പോൾ സോഫ്റ്റായിട്ട് റെൻഡർ ചെയ്യുക. ഈ ഒരു ഡൈനാമിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിവേസ് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, എനിക്ക് പലതും പറയണമെന്നുണ്ട്. പക്ഷേ ചിന്നു അടിപൊളി പാട്ട് പാടിയിട്ടുള്ളതുകൊണ്ട് അതെങ്കിലും നന്നായിട്ട് പാടുന്നത് ഒരു നന്നായിട്ട് നല്ല, അത് വളരെ ആവറേജും അല്ല, എബവ് ആവറേജ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന സമയത്ത് മെലഡി സോങ്സ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഈ മാസ്റ്ററിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരാൻ പറയുക, എന്നിട്ട് വരിക. ഓക്കെ, ശരി. ചിന്നു മാർക്സ് അറിയാം? ആദ്യം ചേച്ചി, ഔട്ട് ഓഫ് 40. 40ൽ 26. 26 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? 18. 18 ഔട്ട് ഓഫ് 30. ദീപകേട്ടാ? 17. 17 ഔട്ട് ഓഫ് 30. ചിന്നുവിന് ജാനകി റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 61 മാർക്സ്.